അസ്സലാമലൈക്കും മക്കളെ, നിങ്ങൾക്കെല്ലാം സുഖം തന്നെയല്ലേ? അതുപോലെ തന്നെ എനക്കും സുഖം തന്നെ. പിന്നെ ഇന്ന് നല്ലൊരു 4 മണി പലഹാരം നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം. മുട്ട പപ്സ് തിന്നാതവർക്ക് നല്ലൊരു മുട്ട വെച്ചിട്ട് ഒരു ബ്രെഡും വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയിലേക്കാണ് ഞാൻ വരുന്നത്. അത് നമുക്ക് കാണാം. നമുക്ക് 3 മുട്ട ഗ്യാസ് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ നമുക്ക് മസാലയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ അതിലേക്ക് ഞാൻ 2 നീരുള്ളി ചെറുതായി അരിഞ്ഞത്, 1 കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ചതക്കിയത്, 2 പച്ചമുളക് ചെറുതായി മുറിക്കിയത് എല്ലാം ഒന്നിച്ചിട്ടിട്ട് നന്നായി ഞാൻ വാട്ടുന്നു. ഉള്ളി വാടിയ പാട് തന്നെ ഞാനിതാ കറിവേപ്പ് ഇടുന്നുണ്ട്. അതും കൂടി ഇട്ട് ഒന്ന് നന്നായി ഒന്ന് വാടണം. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിടുന്നുണ്ട് വാടാൻ വേണ്ടിയിട്ട്. ഒരു ശകലം ഉപ്പിട്ട് വാടട്ട് നല്ലോണം. അങ്ങനെ നമുക്ക് 3 മുട്ട ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 3 മുട്ട കലക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിടുന്നുണ്ട്, 1 സ്പൂണ് കുരുമുളകിൻ്റെ പൊടി. ഇനി നന്നായി നമുക്കിത് കലക്കണം. മുട്ടയും കുരുമുളക് പൊടിയും എല്ലാം ഇട്ട് നന്നായി ഇളക്കി അതിലേക്ക് ഞാൻ ഇതാ 1 ഗ്ലാസ് പാൽ ഒഴിക്കുന്നുണ്ട്. ഈ പാലും കൂടി നന്നായി ഒന്ന് ഇളക്കാം നമുക്ക്. അങ്ങനെ മുട്ട നന്നായി വെന്ത് ഞാൻ ഓഫാക്കി വെക്കുന്നുണ്ട്. നമുക്ക് ഉള്ളി വാടിയോ നോക്കാം. ഉള്ളി നന്നായി വാടി ഇനി ഇതിലേക്ക് പൊടികൾ ഇടാം. 1 സ്പൂണ് കുരുമുളക് പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി. നന്നായി ഇതൊന്ന് വാടിയിട്ട് പൊടിൻ്റെ സ്വയം പോയി. ഉപ്പുണ്ടോ നോക്കണം. ഉപ്പ് കുറച്ച് ഞാൻ ഇട്ടിന് ഉള്ളി വാടാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് നോക്കി നോക്കാം. ഉപ്പ് കുറവുണ്ടായത് കുറച്ച് ഞാൻ ഉപ്പിടുന്നുണ്ട്. എരിവ് നിങ്ങൾക്ക് ആവശ്യത്തിന് ഇടാം കേട്ടോ. നല്ലോണം എരിവില്ലവർക്ക് എരിവിടാം. കുട്ടികളെല്ലാം ഇല്ലെടുത്ത് എരിവ് കുറച്ചാൽ നല്ലതന്നെ. ഞാൻ എരിവ് കുറച്ചിട്ട് തന്നെ ഇട്ട് എരിവ് കൂടിയില്ല. അങ്ങനെ ഉള്ളി നന്നായി വാടി ഞാൻ ഗ്യാസ് ഓഫാക്കി വെക്കുന്നുണ്ട്. 3 മുട്ട നന്നായി ഇതാ പൂങ്ങി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ പശു നെയ്യ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഇതൊന്ന് ബ്രഷോട് വേണം നമുക്ക് എല്ലാ ഇതിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട്. ഇതാ ഇതേപോലെ ചെയ്താൽ മതി. ഒരു ബ്രെഡ് എടുത്തിട്ട് ഇതാ പാലും മുട്ടയും കലക്കി വെച്ചതിലേക്ക് 2 ഭാഗം ഒരേപോലെ മുക്കി നമുക്ക് വെച്ച് കൊടുക്കണം. ഫസ്റ്റ് തന്നെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. മുക്കിയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. കടി ഉണ്ടാകാൻ പാടില്ല. നമുക്ക് ഇതാ ബ്രെഡ് നന്നായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മസാല ഇടുന്നുണ്ട്. മസാല ഇതിലേക്ക് ഇട്ട് ഇനി ഇത് മസാല നല്ല ഇതിൽ പരത്തി കൊടുക്കണം.
എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. എളുപ്പ കാര്യമാണ്. നമുക്ക് 4 മണി ചായക്കില്ല നല്ല രസമാണ് തിന്നാൻ വേണ്ടിയിട്ട്. ഇതേപോലെ വെച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇതെന്താക്കാം, ഇങ്ങനെ മൂടിക്കൊടുക്കാം. ഇതിൻ്റെ മേലിലേക്ക് വെച്ച് കൊടുക്കണം. ബാക്കിയുള്ളതെല്ലാം നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഇത് റെഡിയായി തന്നെ നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഒന്നും കൂടി ചൂടാക്കിയിട്ട് എടുക്കണം. പഴയതുണ്ടെങ്കിൽ നിങ്ങൾ വെച്ചാൽ മതി. ഞാനിതാ പുതിയ തന്നെ വെക്കുന്നത്. പഴയതില്ല ഇവിടെ. അതിൻ്റെ മേലിലേക്കാണ് ഞാൻ ഇത് വെക്കേണ്ടത്. ഇതാണ് അതിൻ്റെ മേലിലേക്ക് ഞാൻ ഇത് വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം ആയോന്ന്. അങ്ങനെ ഇത് നമുക്ക് വെന്തോന്ന് നോക്കാം. എന്താ നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കണം. നന്നായി മറച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ചൂടാവട്ടെ. അങ്ങനെ ഇത് റെഡിയായി. നമുക്കിനി മുറിക്കുന്നത് കാണാം. നമ്മുടെ ബ്രെഡ് പപ്സ് ഇവിടെ റെഡിയായി. ഇതാ ഞാൻ തിന്നാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നു. നമുക്കൊന്ന് കഴിച്ച് നോക്കാം. മുട്ടയോടെ ഉണ്ട്. ഇതാ നല്ല രസമുണ്ട് മക്കളെ. അടിപൊളിയുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. 4 മണിക്ക് എളുപ്പ കാര്യമാണ്. 3 മുട്ടയും ഒരു ബ്രെഡും ഉണ്ടെങ്കിൽ നമുക്ക് 4 മണി പലഹാരം അടിപൊളി. 3 മുട്ട കലക്കി 3 മുട്ട മുറിച്ച് വെച്ച് ഒരു പാക്കറ്റ് ബ്രെഡും നമുക്ക് എളുപ്പ കാര്യമാണ്. 4 മണി പലഹാരം ചായക്കാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ എൻ്റെ വീഡിയോ കാണണം മക്കളെ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഇടണം, കമൻറ്റ് ഇടണം. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ നിങ്ങളുടെ മുമ്പിലേക്ക് വരാം. അസ്സലാമു അലൈക്കും.